ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സമയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച പോലും ചെയ്തിട്ടില്ല, ചർച്ച തുടങ്ങിയിട്ടില്ല. മഞ്ജു വാര്യരെ പോലുള്ളവർ പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ടോ? അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. എന്തെങ്കിലും ചർച്ചകളോ വല്ലതും നടന്നിട്ടുണ്ടോ? താരങ്ങൾ കോൺഗ്രസിന് വേണ്ടി അങ്ങനെ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ സാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സാറിനെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ അങ്ങനെയാണോ? ഒരിക്കലുമില്ല. അല്ല, അടുത്ത വർഷം 50 വർഷമാവാണ് സാർ പുതുപ്പള്ളിയിൽ നിന്ന്. അങ്ങനൊരു മൈൽ സ്റ്റോൺ പിന്നിടാൻ പോകുന്ന ഒരാളാണ്. അതിനു മുമ്പ് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യം പാർട്ടിയിലെ ഒരു വിഭാഗം അതൃപ്തരാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുമാണ്. ഈ ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി UDF-ന്റെ ലക്ഷ്യം 20-20 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണോ? അതിനുവേണ്ടിയെങ്കിലും കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്ക് അംഗീകാരമുള്ള ജനപ്രിയരായിട്ടുള്ള നേതാക്കൾ, സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായിട്ടുള്ളവർ നിയോജക മണ്ഡലങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. നിയോജക മണ്ഡലത്തിൻ്റെ എണ്ണങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിനെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ UDF സീറ്റ് വിഭജനം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. അവരുമായി അങ്ങനെ വേറെ പാർട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകും. മാധ്യമങ്ങളെ കാണുകയായിരുന്നു.